ബോച്ചെ 1000 ഏക്കറിലേക്ക് പോരെ, എൻട്രിയും ഫ്രീ ആണ്. DJ നൈറ്റ്. നമസ്കാരം. ഇന്ന് ആദ്യമായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ്. ഇനി ഈ 26 വയസ്സുള്ള 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ജാസിറിന് എന്താണ് സംഭവിച്ചത്, നമുക്കതുകൂടെ കാണാം. മനസ്സിലായോ? മനസ്സിലായോ? എടുത്തോളൂ. ഇത് കൊയിലാണ്ടിക്കടുത്ത പയ്യോളിയിലെ ജാസിഫ് എന്ന് പറയുന്ന ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അനങ്ങാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഗാനമേളയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി വലിയ രൂപത്തിൽ ബഹളമുണ്ടാവുകയും 40,000-ഓളം ആളുകൾ വന്ന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം പോലും തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അകത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ പോലീസിൻ്റെ ഇടപെടലുണ്ടാവുകയും അങ്ങനെ താഴെ വീണ ജാസിറിനെ അതിക്രൂരമായിട്ടാണ് ഒരു വിഭാഗം പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തല്ലിച്ചതച്ചത്. ജാസിറിന് അനങ്ങാൻ പോലും കഴിയുന്നതിൽ 8 ദിവസമായി ഈ മിംസ് ആശുപത്രി ചികിത്സയിലാണ്. വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ പരസ്യം, ഇദ്ദേഹത്തിൻ്റെ ആളുകളെ വിളിച്ചുകൊണ്ടുള്ള പരസ്യം കണ്ടപ്പോൾ തന്നെ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് തോന്നിയതാണ് ഇത് വലിയൊരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. ദൈവ സഹായം കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്, വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ വ്യാവസായിക സാമ്രാജ്യം, തൻ്റെ കച്ചവട സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന് പരസ്യത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ അതിന് ബലിയാടാക്കിയിരിക്കുകയാണ്. ആ ബലിയാടായ ആളുകളിൽ ഒരാളാണ് 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ജാസിറിനെ പോലെയുള്ള ആളുകൾ. ഇതേപോലെ എത്രയോ ആളുകൾക്ക് പോലീസിൻ്റെ അടി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വഷളന്മാർ കേരളത്തിൽ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിന് പോലും അത് തിരിച്ചടിയാണ്. ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നിട്ട് അവർക്ക് ഈ രൂപത്തിൽ മർദ്ദനങ്ങൾ കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഗൗരവമായി പോലീസ് ഇടപെടണം. ഇത് നടത്തിയ ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ എന്ന് വിളിക്കുന്ന കേരളത്തിലെ പുതിയ തൊപ്പിയുടെ മറ്റൊരവതാരമായ ഈ ബോച്ചയെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് നടപടിയെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ അവസാനിപ്പിക്കാനാണ് പോലീസ് തയ്യാറാവേണ്ടത്. അയാൾക്കെതിരെ കേസെടുക്കണം. ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് പയ്യോളിയിൽ നിന്ന്. ഇവരൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്താണ് പിന്നിൽ നിന്ന് ലാത്തിയടി കിട്ടുന്നത്. പുറത്ത് കിട്ടി തിരിഞ്ഞ ഉടനെ തന്നെ തലക്കാന്ന് അടി കിട്ടിയത്. അടി കിട്ടി താഴെ വീണ ജാസിഫിനെ 4-5 പോലീസുകാർ കൂടി ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ഒരു പോലീസുകാരൻ ബൂട്ടിട്ട കാലുകൊണ്ട് കഴുത്തിന് ചവിട്ടിപ്പിടിച്ച് ശ്വാസം പോലും, അതായത് മരണത്തെ മുഖാമുഖം കണ്ടു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും ആ പോലീസുകാരൻ ചവിട്ടി താഴെ നിലത്തിടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറേ ദിവസമായി കേരളത്തിൽ ഒരു ചങ്ങാതിക്ക് അരഭ്രാന്തുമായിട്ട് നാട് നീളെ ഓടി നടക്കുകയാണ്. ചില ആളുകൾ പ്രയോഗിച്ചതുപോലെ പണവും പിരാന്തും ഒത്തുകൂടിയ ഒരു ആൾരൂപം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ത് പ്രവർത്തനം നടത്തുന്നതിനും എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിലെ കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി രതിവൈകൃതങ്ങൾ സൃഷ്ടിക്കുന്ന അത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ വീഡിയോകളൊക്കെ തന്നെ തൻ്റെ വ്യവസായത്തിൻ്റെയും തൻ്റെ കച്ചവടത്തിൻ്റെയും പരസ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്ന പ്രാർത്ഥിക്കുമ്പോൾ
കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറ് അതിന് ശേഷം. ശാരീരികമായും മാനസികമായും എപ്പോഴും ഒരു 25-30 ഇടയിലാണ് നിൽക്കുന്നത്. ശാരീരികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച നിൽക്കൂ. അല്ല, എനിക്കങ്ങനെ നിൽക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഒരു ബലപരീക്ഷണത്തിന് ഒരു കോമ്പറ്റീഷൻ വെക്കാണെങ്കിൽ മനസ്സിലാവും. ഇത് വളരെ ദുഃഖകരവും നടക്കാൻ പാടില്ലാത്തതുമാണ്. ഇതൊന്നും മലയാളികളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇത്തരം വേട്ടാവളിയന്മാർ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ മലയാളികളിൽ ഒരു പറ്റമുണ്ട് എന്നുള്ളത് നമ്മെ ലജ്ജിപ്പിക്കുകയാണ്. ഇത്തരം ആളുകളൊക്കെ തന്നെ കിറുക്ക് പിടിച്ചുകൊണ്ട് എന്തും കാട്ടിക്കൂട്ടാമെന്നും എന്നും വിളിച്ചു പറയാമെന്നുമാണ് ഇവരൊക്കെ തെളിയിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം 31 കേരളത്തിലെ എല്ലാ ജനങ്ങളോടും നിങ്ങൾ വരൂ, തിന്നാനും കുടിക്കാനും എല്ലാം വയനാട്ടിലെ 5 ഏക്കർ എസ്റ്റേറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തിയാണ്. ചുരം മുതൽ മേപ്പാടി ടൗൺ മുതൽ എല്ലാ പ്രദേശവും ഒന്നടങ്കം ബ്ലോക്കായി. അവിടുത്തെ പാവപ്പെട്ട ടാക്സി തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. സാധാരണ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഒരു ആശുപത്രി സാഹചര്യം വരുന്ന രോഗികൾക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ശ്വാസം മുട്ടി. എന്തിനു വേണ്ടിയിട്ട്? ഡിസംബർ മാസം 31 ന്യൂ ഇയർ ആഘോഷിക്കാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തിയതാണ് ഈ അരക്കുറുക്കൻ. കേരളത്തിലെ പോലീസിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, വയനാട്ടിലെ പോലീസിന് പ്രത്യേകിച്ച്. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ വയനാട്ടിലേക്കുള്ള ചുരം റോഡ് ബ്ലോക്കാകുമെന്നും അവിടെ നിന്ന് മേപ്പാടിയിലേക്കുള്ള ഇടുങ്ങിയ റോഡുകളൊക്കെ തന്നെ ബ്ലോക്കായിക്കൊണ്ട് ആളുകളും അതേപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളുകൾ അവിടെ വന്ന് വാഹനങ്ങൾ നിർത്തുന്ന സമയത്ത് വയനാട്ടുകാർ മൊത്തം ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ തളച്ചിടപ്പെടുമെന്ന് ആലോചിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. ആ പരസ്യം കാണുമ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തടയുകയും വയനാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യവും സ്വസ്ഥവുമായി നടക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കേണ്ട പോലീസ് എന്താ ചെയ്തത്? ഈ വലിയ ആൾക്കൂട്ടത്തിനിടക്കിൽ എല്ലാം നിയന്ത്രണം വിട്ടപ്പോൾ ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടി ക്രൂരമായി ചില ആളുകളെ ആക്രമിച്ചു. അവിടെ ഉള്ളിൽ കയറി നിന്ന ഒന്നും അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് വന്ന സാധാരണക്കാരായ ആളുകൾ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവർക്കൊക്കെ സൗകര്യമൊരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയ ആളുകൾ ഒരു സൗകര്യവുമില്ലാതെ അവിടെ കുടുങ്ങി. മാത്രമല്ല ഉള്ളിൽ കയറിയ ആളുകളോട് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞ് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? ഇയാൾക്കെതിരെ കേസെടുക്കണ്ടേ? ഇവൻ്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് എന്തും കാട്ടാമെന്നാണോ? ഇമാതിരി വൃത്തികെട്ടവന്മാരെ നിലക്ക് നിർത്താൻ കേരളത്തിലെ പോലീസിന് സാധിക്കണം. ഇവനൊക്കെ കയറൂരി റോഡിലൂടെ വിടേണ്ട ആളുകളല്ല, ഇവനൊക്കെ അടച്ചിടേണ്ട സ്ഥലം വേറെയാണ്. മനോഗതി തെറ്റി പിരാന്ത് പിടിച്ചിരിക്കുന്ന ആളുകളെ അടച്ചിടേണ്ട സ്ഥലം ഏതെങ്കിലും മനോരോഗ ആശുപത്രിയാണ്. അല്ലാതെ ഇമാതിരി പേക്കൂത്ത് നടത്താൻ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ചെങ്ങാതിൻ്റെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ അവന് പിരാന്തുണ്ടെങ്കിൽ ഇതൊക്കെ കലയും. പാവപ്പെട്ടവൻ ഇമാതിരി പിരാന്ത് കടിക്കുമ്പോൾ അവൻ പിരാന്തനായി അവനെ കുതിരവട്ടത്തോ ഊളംപാറയിലോ ആശുപത്രിയിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. തീർച്ചയായും ഇതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാവണം. ഇവനെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഇമാതിരി വൃത്തികെട്ട വീഡിയോയുമായി വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം. ഇതിനെ പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകൾ ഇവൻ തന്നെ പൈസ കൊടുത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യാജ അക്കൗണ്ടുകളാണ് ഇവനെ പിന്തുണയ്ക്കുന്നത്. പ്രതികരിക്കുന്ന ആളുകളുടെ കമൻറ്റുകളൊക്കെ ഇവൻ അപ്പോൾ നീക്കം ചെയ്യുകയാണ്. 1-2 നിമിഷമാണ് നിൽക്കുന്നത്. അത്ര കണ്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ ഈ വൃത്തികെട്ട വീഡിയോകളൊക്കെ പുറത്തുവിടുന്നത്. ഇതിനൊക്കെ പ്രതികരിക്കാൻ സമൂഹം തയ്യാറാവണം. നടപടിയെടുക്കാൻ ഗവൺമെൻറ്റും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ ഇനിയെങ്കിലും നിയന്ത്രിക്കണം. നന്ദി, നമസ്കാരം.